നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങിയതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി. ഏപ്രിൽ 6 വരെയാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. റേഷൻ വാങ്ങാനെത്തിയവർ വലഞ്ഞു. വേലൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ 2 മാസമായി തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ലെന്ന് പരാതി. പഞ്ചായത്ത് അംഗം സ്വപ്ന രാമചന്ദ്രൻ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം നടത്തി. സമരം അവസാനിപ്പിച്ചത് അറ്റകുറ്റപ്പണി നടത്താമെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറപ്പിനെ തുടർന്ന്. ക്രിസ്തുവിന്റെ ഉയിർപ്പിനെ അനുസ്മരിച്ച് വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ദേവാലയങ്ങൾ ഒരുങ്ങി. ഉയിർപ്പ് ഞായറോടെ 50 ദിവസമായി നടത്തിവന്നിരുന്ന നോമ്പിനും സമാപനമാകും. CCTV പ്രേക്ഷകർക്ക് ആശംസകൾ നേർന്ന് ഇടയ ശ്രേഷ്ഠർ. പറപ്പൂക്കാവിൽ പൂരം പെയ്തിറങ്ങി. 18 തട്ടകദേശങ്ങളിൽ നിന്നുള്ള പൂരാഘോഷത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നത് 45ഓളം ഗജവീരന്മാർ. ഗുരുവായൂരിൽ പഴകിയ ഭക്ഷണം പിടികൂടാനെത്തിയ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ ഹോട്ടലുടമയും ജോലിക്കാരും ചേർന്ന് തടഞ്ഞുവെച്ചു. സ്ത്രീ ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ടു. നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് കിഴക്കേനടയിലെ ടേസ്റ്റി പാലസ് എന്ന ഹോട്ടലിൽ. നാളെ ഈസ്റ്റർ. പ്രത്യാശയുടെ ഉയിർപ്പ് തിരുനാളിനൊരുങ്ങി ക്രൈസ്തവ സമൂഹം. മാനവകുലത്തിന്റെ പാപമോചനത്തിനായി ഗാഗുൽത്ത മലയിൽ ജീവൻ ബലിയർപ്പിച്ച ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെ വരവേൽക്കാൻ പ്രാർത്ഥനകളും തിരുകർമ്മങ്ങളുമായി വിശ്വാസി സമൂഹം. 50 ദിവസം നീണ്ട നോമ്പാചരണത്തിന് ക്രിസ്തുവിന്റെ ഉയിർപ്പ് തിരുനാളോടെയാണ് പരിസമാപ്തിയാകുന്നത്. കഴുതപ്പുറത്തേറിയുള്ള മിശിഹായുടെ ജെറൂസലേം പ്രവേശനത്തെ അനുസ്മരിക്കുന്ന ഓശാന ആചരണത്തോടെയാണ് വലിയ നോമ്പിലെ വിശ്വാസതീക്ഷ്ണമായ തിരുകർമ്മങ്ങളിലേക്ക് ക്രൈസ്തവ സമൂഹം പ്രവേശിച്ചത്. വിനയത്തിന്റെയും പങ്കുവെപ്പിന്റെയും ഉദാത്തമായ മാതൃക മാനവ സമൂഹത്തിന് പകർന്നേകിയ പെസഹ ആചരണവും കാൽവരിക്കുന്നിലെ മരക്കുരിശിൽ മനുഷ്യകുലത്തിന്റെ പാപങ്ങൾക്കായി സ്വയം ബലിയായി തീർന്ന ദുഃഖവെള്ളിയും പിന്നിട്ടാണ് പ്രത്യാശയുടെ വെള്ളി വെളിച്ചം പകരുന്ന ഉയിർപ്പ് തിരുനാളിലേക്ക് വിശ്വാസി സമൂഹം പ്രവേശിക്കുന്നത്. പ്രാർത്ഥനകൾ അർപ്പിച്ചും ഉപവാസം നോറ്റും നോമ്പ് അനുഷ്ഠിച്ചിരുന്ന ക്രൈസ്തവ വിശ്വാസികൾ മരണത്തെ തോൽപ്പിച്ച് കല്ലറ തകർത്ത പാപവിമോചകനായ ക്രിസ്തുവിനെ വരവേൽക്കാനുള്ള അവസാനവട്ട ഒരുക്കത്തിലാണ്. മരണത്തെ ജയിച്ച മനുഷ്യപുത്രന്റെ ഉത്ഥാനത്തിന്റെ തിരുകർമ്മങ്ങൾക്കും പ്രത്യേക പ്രാർത്ഥനകൾക്കുമായി ദേവാലയങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. അർദ്ധരാത്രിയോടെ തുടങ്ങുന്ന തിരുകർമ്മങ്ങളിൽ ദിവ്യബലി മധ്യേ ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ദൃശ്യാവിഷ്കാരം, ഉയിർപ്പ് തിരുനാൾ സന്ദേശം, ഈസ്റ്റർ എഗ് വിതരണം തുടങ്ങിയ ചടങ്ങുകളുണ്ടാകും. മേഖലയിലെ ദേവാലയങ്ങളിൽ നടക്കുന്ന ഉയിർപ്പ് തിരുനാൾ ചടങ്ങിൽ 100 കണക്കിന് വിശ്വാസികൾ പങ്കെടുക്കും. ഓശാന വാഴ്ത്തലുകൾക്കും പങ്കുവയ്പിന്റെ പെസഹയ്ക്കും ഉയിരോടെ കുരിശിലൊടുങ്ങിയ പകലിനുമപ്പുറത്ത് ക്രിസ്തു മനുഷ്യ സമൂഹത്തിന് നൽകിയ അവസാനമില്ലാത്ത പ്രതീക്ഷയാണ് ഈസ്റ്റർ. മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ കർമ്മവഴികൾ നമ്മുടെ ജീവിതങ്ങളും പ്രകാശിതമാകട്ടെ. എല്ലാ CCTV പ്രേക്ഷകർക്കും ഉയിർപ്പ് തിരുനാൾ ആശംസകൾ നേരുന്നു. ന്യൂസ് ഡെസ്ക് CCTV. CCTV പ്രേക്ഷകർക്ക് ക്രൈസ്തവ ഇടയ ശ്രേഷ്ഠർ ഈസ്റ്റർ ആശംസകൾ നേർന്നു. സന്ദേശങ്ങളിലേക്ക്. നമ്മളെ സംബന്ധിച്ചിടത്തോളവും ഇതൊരു വലിയ പ്രത്യാശയാണ്. നമുക്കറിയാം, പട്ടുനൂൽ പുഴു ചിത്രശലഭമായി മാറി ജീവന്റെ ഒരു പുതിയ അവസ്ഥയിലേക്ക് മാറ്റപ്പെടുമ്പോൾ ആ ചിത്രശലഭത്തെ കാണുന്ന എല്ലാവർക്കും, കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും സന്തോഷമാണ്. അതൊരു പ്രത്യാശയാണ്. ജീവന്റെ ഒരു അടയാളമാണത്. അനേക പ്രതിസന്ധികളും തകർച്ചകളും മനുഷ്യജീവിതത്തെ, പകർച്ചവ്യാധികളുമെല്ലാം നിരാശയിലേക്ക് ആഴ്ത്തിയിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ പ്രത്യാശയോടെ മുന്നോട്ട് പോകുവാൻ ഈ ഉയർപ്പ് പെരുന്നാൾ മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാവർക്കും ഉയർപ്പിന്റെ ആശംസകൾ നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. കുരിശ് കിരീടത്തിന്റെ വഴികാട്ടിയാണ്. മരണം ഉത്ഥാനത്തിലേക്കുള്ള വഴിയാണ്. അങ്ങനെ ഈ മരണത്തിന്റെ അപ്പുറത്ത് ജീവനുണ്ട്. മനുഷ്യൻ ആയിരിക്കുന്നത് പിതാവിൻ്റെ ഭവനത്തിൽ, യേശു പറഞ്ഞതുപോലെ പിതാവിൻ്റെ ഭവനത്തിൽ എത്താനുള്ളതാണ്. അതിന് മരണമെന്ന കവാടം കടന്നു പോകണം. അതിൻ്റെ രക്ഷയുടെ പാത യേശുവാണ്. അതുകൊണ്ടാണ് സുവിശേഷത്തിൽ യേശു പറഞ്ഞത്, ഞാനാണ് വഴിയും സത്യവും ജീവനും. ആ യേശു നൽകുന്ന സന്ദേശം മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നില്ല, അതിൻ്റെ അപ്പുറത്തുള്ള നിത്യജീവൻ എന്ന പ്രത്യാശയാണ്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന CCTVയുടെ എല്ലാ പ്രേക്ഷകർക്കും ഈസ്റ്റർ ആശംസകൾ. ഉയർപ്പ് തിരുനാൾ അനുഗ്രഹത്തിൻ്റെ അവസരമാകട്ടെ. മരണത്തെ ജയിച്ച ജയമാണ് ഉയിർപ്പ് പെരുന്നാൾ. മരണഭീതിയുള്ള മനുഷ്യർക്ക് മരണത്തെ ജയിക്കാൻ സാധിക്കുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുന്ന ഒരനുഭവമാണ് ഉയിർപ്പ് പെരുന്നാളിൻ്റെ അനുഭവം. നിത്യമായ ജീവിതം
പ്രദാനം ചെയ്യുവാൻ യേശു ക്രിസ്തുവിന് സാധിക്കും എന്നുള്ളതിൻ്റെ പ്രഖ്യാപനമാണ് ഈസ്റ്റർ. ഈസ്റ്ററിന് തിരക്ക് ശരിക്കും ഉണ്ടായത് മത്സ്യമാംസ വിൽപ്പന കേന്ദ്രങ്ങളിലാണ്. 50 ദിവസത്തെ നോമ്പിന് സമാപ്തി കുറിക്കാൻ ആവശ്യമായ വിഭവങ്ങൾ ഒരുക്കാൻ ജനം ഒഴുകിയെത്തിയതോടെ മാർക്കറ്റുകളിൽ തിരക്കേറി. പുലർച്ചെ മുതൽ തന്നെ മാർക്കറ്റ് സജീവമായിരുന്നു. പോത്ത്, പോർക്ക്, കോഴി, ആട് എല്ലാത്തരം ഇറച്ചികൾക്കും ആവശ്യക്കാരുണ്ടായിരുന്നു. ഈസ്റ്ററിന് തലേന്ന് തന്നെ വിഭവങ്ങൾ കലവറയിലെത്തണം. പുതിയ കാലത്ത് ഓർഡർ ചെയ്താൽ ഞൊടിയിടയിൽ സാധനങ്ങൾ കയ്യിലെത്തുമെങ്കിലും ബഹുഭൂരിപക്ഷം പേരും വീട്ടിൽ തന്നെ വിഭവങ്ങൾ ഒരുക്കാനാണ് ലക്ഷ്യമിടുന്നത്. പണിത്തിരക്കൊഴിവാക്കാൻ കാറ്ററിംഗ് സംഘങ്ങളെ വിളിക്കുന്നവരും ഉണ്ട്. 50 ദിവസത്തെ മത്സ്യമാംസാദികൾ ഒഴിവാക്കിയുള്ള നോമ്പ് അവസാനിപ്പിക്കുന്നത് മിക്കവരും ദേവാലയങ്ങളിലായിരിക്കും. അവിടെയും മാംസവിഭവങ്ങൾ ലഭിക്കും. കുന്നംകുളത്ത് മാർക്കറ്റിൽ വലിയ തിരക്കാണ് ഇന്ന് പുലർച്ചെ മുതൽ അനുഭവപ്പെട്ടത്. കോഴിക്കും പോത്തിറച്ചിക്കുമായിരുന്നു ആവശ്യക്കാരേറെ ഉണ്ടായത്. മത്സ്യവിൽപ്പനയും സജീവമായെങ്കിലും വലിയ വിലയായിരുന്നു നുറുക്കുമീനുകൾ എന്നറിയപ്പെടുന്ന ഇനങ്ങൾക്ക്. സാധാരണ 900-1000 രൂപ വിലയുണ്ടായിരുന്ന മത്സ്യങ്ങൾക്ക് ഇന്ന് 1200 മുതൽ 1400 രൂപ വരെയായിരുന്നു വില. കോഴിക്കും വില നേരിയ തോതിൽ വർദ്ധിച്ചിരുന്നു. എത്ര വില കൂടിയാലും സാധനങ്ങളെല്ലാം ചൂടപ്പം പോലെ വിറ്റഴിച്ചാണ് കച്ചവടക്കാർ മടങ്ങിയത്. CCTV ന്യൂസ്, കുന്നംകുളം. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങിയതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി. ഏപ്രിൽ 6 വരെയാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. ഇപോസ് മെഷീന്റെ സെർവർ തകരാറിലായതോടെയാണ് ഇന്നും റേഷൻ വിതരണം തടസ്സപ്പെട്ടത്. രാവിലെ 10 മണി മുതൽ റേഷൻ കടകളിലെത്തിയ ആളുകൾ അരി വാങ്ങാൻ കഴിയാതെ മടങ്ങിപ്പോയി. ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് റേഷൻ കടകളിൽ അരി എത്തിയത്. വ്യാഴവും വെള്ളിയും അവധിയായിരുന്നു. ഇന്ന് ആളുകൾ കൂട്ടത്തോടെ എത്തിയതാണ് സെർവർ തകരാറിലാകാൻ കാരണം. സാങ്കേതിക തകരാർ പരിഹരിക്കാൻ ശ്രമം തുടങ്ങിയെന്നാണ് ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ വിശദീകരണം. റേഷൻ മസ്റ്ററിംഗിലെ പ്രതിസന്ധിയും സെർവർ തകരാറും പരിഹരിക്കാൻ പുതിയ സെർവർ വാങ്ങാനുള്ള തീരുമാനം നേരത്തെ വന്നതാണ്. നിലവിലുള്ള സെർവറിന് പുറമെ അധിക സെർവർ സജ്ജീകരിക്കാനാണ് ഭക്ഷ്യവകുപ്പ് ഒരുങ്ങുന്നത്. മേഖലയിൽ റേഷൻ വിതരണം തടസ്സപ്പെട്ടതോടെ ഉപഭോക്താക്കൾ വലഞ്ഞു. ഇപോസ് സെർവർ തകരാറിലായതിനെ തുടർന്നാണ് റേഷൻ വിതരണം മുടങ്ങിയത്. ഇതോടെ മാസാവസാനം റേഷൻ വാങ്ങാനെത്തിയവർ വലഞ്ഞു. രാവിലെ മുതൽ റേഷൻ നൽകാനാകുന്നില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു. ഈ മാസത്തെ റേഷൻ വിതരണം ഇന്നത്തോടെ അവസാനിക്കുകയാണ്. റേഷൻ കടകൾക്ക് മുന്നിൽ നിരവധി പേരാണ് കാത്തുനിന്നത്. റേഷൻ മൊത്ത വിതരണക്കാരുടെ പ്രതിഷേധ സമരത്തെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയാണ് ഈ മാസത്തേക്കുള്ള ഭക്ഷ്യവസ്തുക്കൾ റേഷൻ കടകളിലെത്തിയത്. അതിനാൽ തന്നെ ഒട്ടുമിക്ക കാർഡ് ഉടമകളും റേഷൻ വാങ്ങിയിരുന്നില്ല. പറപ്പൂക്കാവിൽ പൂരം പെയ്തിറങ്ങി. 18 തട്ടകദേശങ്ങളിൽ നിന്നുള്ള പൂരാഘോഷത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരന്നത് 45ഓളം ഗജവീരന്മാർ. വെള്ളി, ശനി ദിവസങ്ങളിലായാണ് പ്രസിദ്ധമായ പറപ്പൂക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ വേലപൂര മഹോത്സവം ആഘോഷിച്ചത്. വെള്ളിയാഴ്ച നടന്ന വേലവരവ് ഉത്സവപ്രേമികളുടെ മനം കവർന്നു. രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, നവകം, പഞ്ചഗവ്യം, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് തുടങ്ങിയ ചടങ്ങുകളോടെയാണ് വേല ദിവസം ക്ഷേത്ര ചടങ്ങുകൾ നടന്നത്. വൈകിട്ട് 5 മണി മുതൽ 20 തട്ടകദേശങ്ങളിൽ നിന്നുള്ള വൈവിധ്യമാർന്ന വേല തെയ്യക്കാഴ്ചകളും പൂക്കാവടികളും ക്ഷേത്രമൈതാനിയിലെത്തി സമാപിച്ചു. നാടൻ കലാരൂപങ്ങളും തെയ്യവും തിറയും ഉൾപ്പെടെ നാടൻ തുടിതാളത്തിൻ്റെയും ചെണ്ടമേളത്തിൻ്റെയും അകമ്പടിയോടെയാണ് ക്ഷേത്രമുറ്റത്തേക്ക് എത്തിച്ചേർന്നത്. താളവിസ്മയവും നയനാനന്ദകരമായ കാഴ്ചയും സമ്മാനിച്ച വേലവരവ് ക്ഷേത്രമൈതാനിയിലെത്തിയ ഉത്സവപ്രേമികളെ ആവേശം കൊള്ളിച്ചു. പൂരമഹോത്സവ ദിവസമായ ശനിയാഴ്ച രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, ഉഷപൂജ, പഞ്ചവിംശതി, കലശാഭിഷേകം, വിശേഷാൽ പൂജകൾ, ശീവേലി, പറയെടുപ്പ് എന്നീ ചടങ്ങുകൾ നടന്നു. ഉച്ചയ്ക്ക് 2:30 ദേവസ്വം പൂരം ക്ഷേത്രനടപ്പുരയിൽ എഴുന്നള്ളിച്ചു. പ്രശസ്ത കലാകാരന്മാരായ കല്ലേക്കുളങ്ങര കൃഷ്ണവാര്യർ, വൈക്കം ചന്ദ്രൻ എന്നിവരുടെ പ്രമാണത്തിലുള്ള പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ഗജവീരൻ പാറന്നൂർ നന്ദൻ ഭഗവതിയുടെ തിടമ്പേറ്റി. വൈകിട്ട് 5 മണി മുതൽ പ്രാദേശിക പൂരങ്ങൾ ക്ഷേത്രമൈതാനിയിൽ എത്തിച്ചേർന്നു. 6 മണിക്ക് 80-ൽ പരം കലാകാരന്മാർ പങ്കെടുക്കുന്ന പാണ്ടിമേളത്തിന് തുടക്കമായി. മേളകലാരത്നം വെള്ളിത്തിരുത്തി ഉണ്ണിനായർ പ്രമാണിത്വം വഹിച്ചു. കൂട്ടിയെഴുന്നള്ളിപ്പിൽ 18 ദേശങ്ങളിൽ നിന്നായി കേരളത്തിലെ തലയെടുപ്പുള്ള 45ഓളം ഗജവീരന്മാർ അണിനിരന്നു. കൂട്ടിയെഴുന്നള്ളിപ്പിന് ശേഷം ദേവിയുടെ ഇഷ്ടസന്താനങ്ങളായ പണിമക്കളുടെ പാരമ്പര്യ അനുഷ്ഠാന കലകൾ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചേർന്നു. ശേഷം കേളി, കൊമ്പുപറ്റ്, കുഴൽപ്പറ്റ്, അത്താഴപൂജ, പറയെടുപ്പ്, ശീവേലി, കഥകളി, കാവടിവരവ് തുടങ്ങിയവ ഉണ്ടായി. ഉത്സവപ്രേമികളുടെ മനം നിറച്ച പറപ്പൂക്കാവ് പൂരമഹോത്സവത്തിന് ഞായറാഴ്ച പൂരമാവർത്തനത്തിന് ശേഷം കൊടിയിറങ്ങും.
രാത്രിയിൽ വലിയ ഗുരുതി സമർപ്പണത്തോടെ പൂരമഹോത്സവത്തിന് സമാപനമാകും. ചടങ്ങുകൾക്ക് ദേവസ്വം പ്രസിഡന്റ് PG അജയൻ, സെക്രട്ടറി UB ജയൻ, ട്രഷറർ KG ഗോപിനാഥൻ എന്നിവർ പൂരാഘോഷത്തിന് നേതൃത്വം നൽകി. CCTV ന്യൂസ്, കേച്ചേരി. പറപ്പൂക്കാവ് പൂരമഹോത്സവത്തോടനുബന്ധിച്ച് കേച്ചേരി പീപ്പിൾസ് സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ സംഭാര വിതരണവും വഴിയാത്രക്കാർക്കുള്ള നോമ്പുതുറയും നടത്തി. വേലദിവസമായ ശനിയാഴ്ച തൃശൂർ കുന്നംകുളം റോഡിൽ മുസ്ലിം പള്ളിക്ക് സമീപം വെച്ച് നടത്തിയ പരിപാടിയുടെ ഉദ്ഘാടനം സൊസൈറ്റി പ്രസിഡന്റ് നസീർ കേച്ചേരി നിർവഹിച്ചു. സെക്രട്ടറി അനീഷ ഹരി അധ്യക്ഷയായി. ട്രഷറർ സീതാകുമാരൻ, ജിൻഡോ വിൻസെന്റ്, പത്മജ ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംബന്ധിച്ചു. വഴിയാത്രക്കാർക്കുള്ള നോമ്പുതുറയ്ക്ക് ഭാരവാഹികളായ ഇബ്രാഹിം, സന്ധ്യ, സൈനുദ്ദീൻ എന്നിവർ നേതൃത്വം നൽകി. പൂരദിവസമായ ശനിയാഴ്ച സംഭാര വിതരണവും നോമ്പുതുറയ്ക്കുള്ള സൗകര്യവും ഏർപ്പെടുത്തിയിരുന്നു. ഗുരുവായൂരിൽ പഴകിയ ഭക്ഷണം പിടികൂടാനെത്തിയ നഗരസഭാ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ ഹോട്ടൽ ഉടമയും ജോലിക്കാരും ചേർന്ന് തടഞ്ഞുവെച്ചു. സ്ത്രീ ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ടു. കിഴക്കേനടയിലെ ടേസ്റ്റി പാലസ് എന്ന ഹോട്ടലിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഹോട്ടലിൽ നിന്ന് ചിക്കൻ ബിരിയാണി പാഴ്സൽ വാങ്ങിച്ച യുവതിക്ക് ഭക്ഷണത്തിൽ നിന്നും കോഴിത്തൂവൽ ലഭിച്ചിരുന്നു. ഇവർ നഗരസഭയിൽ നൽകിയ പരാതി പ്രകാരമാണ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ നിസാറിന്റെ നേതൃത്വത്തിൽ ആരോഗ്യ വിഭാഗം പരിശോധനയ്ക്കെത്തിയത്. വൃത്തിഹീനമായ സാഹചര്യത്തിലാണ് അടുക്കള പ്രവർത്തിക്കുന്നതെന്നും ഹോട്ടൽ അടച്ചുപൂട്ടണമെന്നും ആരോഗ്യ വിഭാഗം നിർദ്ദേശം നൽകി. മുകളിലെ മുറിയിലെ ഫ്രീസറിൽ വൃത്തിഹീനമായ സാഹചര്യത്തിൽ സൂക്ഷിച്ചിരുന്ന 65 കിലോയോളം ചിക്കൻ ആരോഗ്യ വിഭാഗം പിടിച്ചെടുത്തു. ഇവ താഴെ ഇറക്കാൻ ശ്രമിച്ച സാനിറ്റേഷൻ വർക്കർമാരായ KA പ്രീത, PK നജ്മ എന്നിവരെയാണ് ഹോട്ടൽ മുറിയിൽ പൂട്ടിയിട്ടത്. ഏറെ നേരത്തെ ബഹളത്തിനൊടുവിലാണ് ഇവരെ മോചിപ്പിച്ചത്. മഹസർ തയ്യാറാക്കി ചിക്കൻ കൊണ്ടുപോകാൻ ശ്രമിച്ച പബ്ലിക് ഇൻസ്പെക്ടർമാരായ KB സുബിൻ, MD റിജേഷ് എന്നിവരെയും ഹോട്ടൽ ജീവനക്കാർ തടഞ്ഞുവെച്ചു. ഇന്ന് രാവിലെ വാങ്ങിയ ചിക്കനാണിതെന്നും കൊണ്ടുപോകാൻ അനുവദിക്കില്ലെന്നും ഹോട്ടൽ ഉടമ അറിയിച്ചു. ഹോട്ടലുകാരെ ദ്രോഹിക്കുന്ന നിലപാടാണ് ആരോഗ്യ വിഭാഗം സ്വീകരിക്കുന്നതെന്നും ഇവർ ആരോപിച്ചു. ഏറെ നേരം നീണ്ട വാഗ്വാദങ്ങൾക്കൊടുവിൽ നഗരസഭാ സെക്രട്ടറി അഭിലാഷ് കുമാറിന്റെയും നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസിന്റെയും നിർദ്ദേശപ്രകാരം 250 ഗ്രാം ചിക്കൻ മാത്രം പരിശോധനയ്ക്കെടുത്തു. സ്ഥാപനം തുറന്നു പ്രവർത്തിക്കാൻ അനുമതിയും നൽകി. സംഭവത്തെക്കുറിച്ച് ഫുഡ് സേഫ്റ്റി ഓഫീസർക്കും നഗരസഭാ സെക്രട്ടറിക്കും പരാതി നൽകിയതായി പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ നിസാർ അറിയിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ LDF സ്ഥാനാർത്ഥി VS സുനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ചാവക്കാട് നൈറ്റ് മാർച്ച് നടത്തി. മുല്ലത്തറയിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി ചാവക്കാട് ജംഗ്ഷനിൽ സമാപിച്ചു. LDF ജില്ലാ കൺവീനർ KV അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു. ഗുരുവായൂർ MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, അഡ്വക്കേറ്റ് P മുഹമ്മദ് ബഷീർ, CPM നേതാക്കളായ TT ശിവദാസൻ, MA ഹാരിസ് ബാബു, C സുമേഷ്, CPI നേതാക്കളായ CV ശ്രീനിവാസൻ, ഗീതാ ഗോപി, PK സൈതാലിക്കുട്ടി, മോഹൻദാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ UDF ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്ഥാനാർത്ഥി K മുരളീധരന്റെ നേതൃത്വത്തിൽ ഭരണഘടനാ സംരക്ഷണ റാലി നടത്തി. മണത്തലയിൽ നിന്നും ആരംഭിച്ച റാലി നഗരം ചുറ്റി ചാവക്കാട് മുനിസിപ്പൽ ചത്തുരത്തിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗത്തിന് CH റഷീദ് അധ്യക്ഷത വഹിച്ചു. O അബ്ദുറഹ്മാൻ കുട്ടി മുഖ്യപ്രഭാഷണം നടത്തി. KD വീരമണി, AM അലാവുദ്ദീൻ, MV ഹൈദരാലി, TS അജിത്ത്, RV അബ്ദുൾ റഹീം, KV ഷാനവാസ്, PK അബൂബക്കർ, VK ഫസലുൽ അലി തുടങ്ങിയവർ റാലിക്ക് നേതൃത്വം നൽകി. കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ശതാഭിഷേക ചടങ്ങിനോടനുബന്ധിച്ച് സംഘാടക സമിതി നിർമ്മിച്ച കൃഷ്ണായനം ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. കുന്നംകുളം ലോട്ടസ് പാലസിൽ നടന്ന ചടങ്ങിൽ ദേവസ്വം കമ്മീഷണർ ബിജു പ്രഭാകർ IAS ഡോക്യുമെന്ററി സ്വിച്ച് ഓൺ നിർവഹിച്ചു. സംഘാടക സമിതി ചെയർമാനും നഗരസഭാ കൗൺസിലറുമായ ലബീബ് ഹസൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ C ഗിരീഷ് കുമാർ, കാണിപ്പയ്യൂർ നാരായണൻ നമ്പൂതിരി, കാണിപ്പയ്യൂർ മകൻ കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ സംസാരിച്ചു. ഡോക്യുമെന്ററിയുടെ അണിയറ ശില്പികളെ നടനും എഴുത്തുകാരനുമായ VK ശ്രീരാമൻ പൊന്നാടയണിയിച്ച് ആദരിച്ചു. 80 മിനിറ്റ് ദൈർഘ്യമുള്ള ഡോക്യുമെന്ററി കാണിപ്പയ്യൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ ജീവചരിത്രം അടങ്ങുന്നതാണ്. നാരായണൻ അമ്മനൂരാണ് ഡോക്യുമെന്ററിയുടെ സംവിധാനവും ദൃശ്യസംയോജനവും നിർവഹിച്ചിരിക്കുന്നത്. ക്യാമറ അജോഷ് സെബാസ്റ്റ്യൻ, സൗണ്ട് ഡിസൈൻ അരുൺ രാമവർമ്മ, കളറിസ്റ്റായി MB നിലേഷ് എന്നിവരാണ് പ്രവർത്തിച്ചത്. അഹമ്മദാബാദ് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിലെ റോണി ദേവസിയാണ് രേഖാചിത്രങ്ങൾ തയ്യാർ ചെയ്തത്. ഡോക്യുമെന്ററിയുടെ അണിയറ ശില്പികളെല്ലാം പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ പ്രഗത്ഭരാണ്. CCTV ന്യൂസ്, കുന്നംകുളം.
CMC തൃശൂർ നിർമ്മല പ്രൊവിൻസിലെ കണ്ടശാങ്കടവ് SH ഓഫ് മേരീസ് മഠാംഗമായ സിസ്റ്റർ മെട്രോണ എന്ന ജെയിൻ മേരി നിര്യാതയായി 84 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച 3:30 ദിവ്യബലിയോടെ ആരംഭിച്ച് മഠം സെമിത്തേരിയിൽ നടക്കും. ചിറ്റാട്ടുകര പൊറുത്തൂർ കൊച്ചാപ്പു കുഞ്ഞില ദമ്പതികളുടെ മകളാണ്. സെന്റ് ആന്റണീസ് പാലുവായ്, സെന്റ് പോൾസ് കുര്യച്ചിറ, സെന്റ് ജോൺസ് കുര്യച്ചിറ, സാൻതോം ചൂണ്ടൽ, ജോസി ഭവൻ പാവറട്ടി, മെരീന ഹോം ചൂണ്ടൽ എന്നീ മഠങ്ങളിൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സിസ്റ്റർ ദീപ CMC, സിസ്റ്റർ പ്രീത CMC, ജോണി, സിസ്റ്റർ മേഴ്സിന CMC, ഫ്ലോറൻസ്, പരേതരായ ജേക്കബ്, റോസി എന്നിവർ സഹോദരങ്ങളാണ്. കേരള വാട്ടർ അതോറിറ്റി അറിയിപ്പ്. ജല അതോറിറ്റിയുടെ കുടിവെള്ള പ്രധാന പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ മാർച്ച് 31, ഏപ്രിൽ 1, 2 തീയതികളിൽ ജലവിതരണം കാട്ടകമ്പാൽ, പുന്നയൂർ, പുന്നയൂർക്കുളം, വടക്കേക്കാട് എന്നീ പഞ്ചായത്തുകളിലേക്ക് തടസ്സപ്പെടുമെന്നും പൂർണ്ണമായും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാകുന്ന മുറയ്ക്ക് ജലവിതരണം പുനരാരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു. അക്കിക്കാവ് ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റ് പ്രകാശിക്കാത്തതിനെ തുടർന്ന് ഓട്ടോ തൊഴിലാളികളുടെ വേറിട്ട പ്രതിഷേധം. ജംഗ്ഷനിലെ ഹൈമാസ് ലൈറ്റ് കണ്ണടച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും അധികൃതരുടെ ഭാഗത്തു നിന്നും യാതൊരു നടപടികളും ഇല്ലാത്തതിനാൽ നാട്ടുകാരും ഓട്ടോ തൊഴിലാളികളും സംയുക്തമായി ഹൈമാസ് ലൈറ്റിന്റെ മാതൃകയിൽ റാന്തൽ വിളക്കുകൾ തെളിയിച്ചാണ് പ്രതിഷേധം തീർത്തത്. മേഖലയിൽ ഇരുട്ടിന്റെ മറവിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം പെരുകിയതോടെ പൊറുതിമുട്ടിയ നാട്ടുകാർ പലതവണ പഞ്ചായത്തിനോട് പരാതി പറഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. ജംഗ്ഷനിലെ കടവരാന്തകൾ, ഓട്ടോ പാർക്ക്, ബസ് സ്റ്റോപ്പ്, സമീപത്ത് കാടുപിടിച്ചു കിടക്കുന്ന ഒഴിഞ്ഞ പറമ്പ് എന്നിവ കേന്ദ്രീകരിച്ചാണ് സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടമെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. രാത്രി സമയങ്ങളിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ നാലും കൂടിയ ജംഗ്ഷൻ ഇരുട്ടിലായതോടെ ബുദ്ധിമുട്ടുകയാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു. വേലൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ 2 മാസമായി തെരുവ് വിളക്കുകൾ പ്രകാശിക്കാത്തതിൽ പ്രതിഷേധിച്ച് പഞ്ചായത്ത് അംഗം സ്വപ്ന രാമചന്ദ്രൻ കുത്തിയിരിപ്പ് സമരം നടത്തി. ഫെബ്രുവരി 8-ാം തീയതിയാണ് വാർഡിൽ അവസാനമായി ലൈറ്റുകൾ അറ്റകുറ്റപ്പണികൾ ചെയ്തത്. പിറ്റേ ദിവസം തന്നെ തെളിയാത്ത ലൈറ്റുകളുടെ നമ്പറുകൾ പഞ്ചായത്തിൽ അറിയിക്കുകയും നിരന്തരം ഈ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തിട്ടും ഇതുവരെ യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് സ്വപ്ന രാമചന്ദ്രൻ പറയുന്നു. ഈസ്റ്ററും നോമ്പുതുറയും ഇലക്ഷൻ പ്രവർത്തനങ്ങളുമൊക്കെയായി രാത്രി ജനങ്ങൾക്ക് കൂടുതലായി പുറത്തിറങ്ങേണ്ടി വരുന്ന സമയമാണിത്. വാർഡിൽ തെരുവുനായ ആക്രമണവും ഇഴജന്തുക്കളുടെ ഉപദ്രവവും പതിവായിരിക്കുകയാണ്. കൃത്യമായിട്ട് രേഖകളെല്ലാം കൊടുത്തതിന് ശേഷവും ഇന്ന് മാർച്ച് 30 തീയതിയായിട്ട് പോലും ഇതിനൊരു നടപടി ഉണ്ടായിട്ടില്ല. എൻ്റെ വാർഡുകളിൽ ജനങ്ങൾ രാത്രി പള്ളികളിലേക്കും മറ്റു പോകുമ്പോൾ തെരുവുനായ ആക്രമണവും അതുപോലെ പാമ്പ്, വിഷജന്തുക്കളൊക്കെ വന്ന് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥയൊക്കെ ഉണ്ടായിട്ടും ഇത് കൃത്യമായിട്ട് പഞ്ചായത്തിനെ പലവട്ടം അറിയിച്ചിട്ടും ഒരു നടപടി ഉണ്ടാവാത്തത് കൊണ്ടാണ് ഇന്ന് എനിക്ക് ഈ ഒരു ദിവസം ഇവിടെ കുത്തിയിരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുള്ളത്. ഇതിലൊരു തീരുമാനമാവാതെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു തീരുമാനമെടുക്കാതെ എനിക്ക് ഇവിടുന്ന് പോകാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്കൊക്കെ അറിയാം ഇത് മാസമാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരങ്ങൾക്കൊക്കെ നോമ്പ് തുറയായിട്ട് ബന്ധപ്പെട്ട് രാത്രികാലങ്ങളിൽ പുറത്തിറങ്ങേണ്ടതുണ്ട്. ഇതിലൊരു തീരുമാനമാവാതെ എനിക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് പോകാനായിട്ട് സാധിക്കില്ല. ജനങ്ങളുടെ ജീവന് ഭീഷണിയാകുമ്പോഴും നടപടിയെടുക്കാൻ തയ്യാറാകാത്ത അധികൃതരുടെ നടപടിക്കെതിരെയാണ് സമരം നടത്തിയതെന്ന് വാർഡ് മെമ്പർ പറഞ്ഞു. ഏപ്രിൽ 4-നുള്ളിൽ കരാറുകാരെ വിളിച്ച് അറ്റകുറ്റപ്പണി ചെയ്ത് തെരുവ് വിളക്കുകൾ തെളിയിക്കാമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് ഉറപ്പു നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് വാർഡ് മെമ്പർ സമരം അവസാനിപ്പിച്ചു. CCTV ന്യൂസ്, വേലൂർ. പുലിയന്നൂർ കുറുവന്നൂർ ശ്രീ പാരിക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ പൊങ്കാല മഹോത്സവം ഭക്തി നിർഭരമായി ആഘോഷിച്ചു. രാവിലെ ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകൾക്ക് ശേഷം ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ കീഴ്മുണ്ടയൂർ നീലകണ്ഠൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം മേൽശാന്തി കോടഞ്ഞാട്ടുമന രമേശൻ നമ്പൂതിരിയും വടക്കേടത്ത് മന പരമേശ്വരൻ നമ്പൂതിരിയും പണ്ടാര അടുപ്പിൽ അഗ്നി പകർന്നു. തുടർന്ന് ഭക്തജനങ്ങളുടെ പൊങ്കാല അടുപ്പുകളിലേക്ക് അഗ്നി പകർന്നു. ശേഷം പൊങ്കാലകൾ ഭഗവതിക്ക് സമർപ്പിച്ചു. പാരിക്കൽ ദേവസ്വം പ്രസിഡന്റ് രവീന്ദ്രൻ, സെക്രട്ടറി പ്രഭാകരൻ, കമ്മിറ്റി അംഗങ്ങളായ ദാസൻ, പത്മനാഭൻ, മുകുന്ദൻ, ശ്യാംകുമാർ, മാതൃസമിതി അംഗങ്ങൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. മദ്രസയിലേക്ക് പോകുകയായിരുന്ന 11 വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം നടത്തിയ കേസിൽ 48 വയസ്സുകാരന് 12 വർഷം കഠിന തടവ്. പാവർട്ടി മരുതയൂർ ഒസാരു വീട്ടിൽ മുഹമ്മദ് മകൻ ബഷീർ എന്നയാളെയാണ് ചാവക്കാട് അതിവേഗ സ്പെഷ്യൽ കോടതി ജഡ്ജി അന്യാസ് തയ്യിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചത്. 12 വർഷം കഠിന തടവും 1 മാസം വെറും തടവും 1.5 ലക്ഷം രൂപ പിഴയുമാണ് വിധിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 1 വർഷവും 6 മാസവും കൂടി തടവ് അനുഭവിക്കണം. പിഴ സംഖ്യ അതിജീവിതയ്ക്ക് നൽകാനും വിധിച്ചു. കഴിഞ്ഞ വർഷം ഫെബ്രുവരി 27 രാവിലെ മദ്രസയിലേക്ക് പോകുകയായിരുന്ന പെൺകുട്ടിയെ റോഡിൽ വെച്ച് ലൈംഗികാതിക്രമം നടത്തുകയും മാനഹാനി വരുത്തുകയും ചെയ്തു എന്നാണ് കേസ്. പാവർട്ടി SI അഫ്സൽ M,
എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു. കേസിന്റെ ആദ്യ അന്വേഷണം നടത്തി. SI റെജിക്കുട്ടി MC അന്വേഷണം പൂർത്തിയാക്കി കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. 12 സാക്ഷികളെ വിസ്തരിക്കുകയും 13 രേഖകളും 3 മുതലുകളും ഹാജരാക്കുകയും ചെയ്തു. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, നിഷ സി എന്നിവർ ഹാജരായി. CPOമാരായ സിന്ധു, പ്രസീത എന്നിവർ കോടതി നടപടികൾ ഏകോപിപ്പിക്കുന്നതിനായി പ്രോസിക്യൂഷനെ സഹായിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. ആശ്രയ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും ഡോക്ടർ റാണി മേനോൻ കണ്ണാശുപത്രിയുടെയും സംയുക്താഭിമുഖ്യത്തിൽ എരുമപ്പെട്ടി പഴവൂരിൽ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ഷോബി ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ ആരിഫ സാബിർ അധ്യക്ഷയായി. SK രാജേഷ് നായർ, AS ചന്ദ്രൻ, അദീപ് കൃഷ്ണൻ, രാജ്മോഹനൻ നായനാർ എന്നിവർ സംസാരിച്ചു. '24 വേലൂർ ഗ്രാമക നാടകോത്സവ പുരസ്കാരത്തിന് പ്രശസ്ത നാടക പ്രവർത്തകൻ നരിപ്പറ്റ രാജു അർഹനായി. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്ന പുരസ്കാരം ഏപ്രിൽ 9 നടക്കുന്ന നാടകോത്സവ സമാപന ചടങ്ങിൽ സമ്മാനിക്കുമെന്ന് സംഘാടക സമിതി എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള കലാമണ്ഡലത്തിലെ അധ്യാപികയും ഗ്രാമകം നാടകോത്സവം സംഘാടക സമിതി ചെയർപേഴ്സണുമായ ഡോക്ടർ കലാമണ്ഡലം രജിത രവി, ഗ്രാമകം ഫെസ്റ്റിവൽ ഡയറക്ടർ അരുൺ ലാൽ, പ്രശസ്ത നാടക പ്രവർത്തകൻ പ്രബലൻ വേലൂർ എന്നിവർ ഉൾപ്പെടുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ പ്രഖ്യാപിച്ചത്. ദിശാബോധം പകർന്ന് മുൻപേ നടന്ന നാടക പ്രവർത്തകരോടുള്ള സ്നേഹവും ആദരവും പ്രകടമാക്കുന്നതിനു വേണ്ടിയാണ് നാടകോത്സവത്തിൽ പുരസ്കാരം നൽകുന്നത്. 3 പതിറ്റാണ്ടിലേറെ കാലമായി ഗ്രാമീണ വേദികളിലൂടെ മലയാള നാടകത്തെ മുന്നോട്ട് നടത്താൻ കരുത്തുള്ള രീതിയിൽ ശാസ്ത്രവും ചിന്തകളും രൂപപ്പെടുത്തി നടത്തുന്ന പ്രവർത്തനമാണ് നരിപ്പറ്റ രാജുവിനെ പുരസ്കാരത്തിന് അർഹനാക്കിയത്. നാട്ടുംപുറങ്ങളിൽ ഗൗരവമായൊരു സദസ്സിനു വേണ്ടി ഒരു നാടക സദസ്സ് ഉണ്ടാക്കിയെടുക്കാൻ വളരെയധികം അധ്വാനിക്കുകയും അത് ശാസ്ത്രീയമായി അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന നരിപ്പറ്റ രാജുവിനാണ് പുരസ്കാരം നൽകുന്നത്. അദ്ദേഹം സ്കൂൾ ഓഫ് ഡ്രാമയിലെ പഠനം കഴിഞ്ഞ് അവിടെ തന്നെ അധ്യാപകനായിരുന്നു. ഇപ്പോഴും റിട്ടയർ ചെയ്തതിന് ശേഷവും നാട്ടുംപുറങ്ങളിൽ വളരെ ശക്തമായ രീതിയിൽ നാടകം, നോവലുകളെ അടിസ്ഥാനപ്പെടുത്തിയും നാടകങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയും ഒക്കെ ചെയ്തുകൊണ്ട് അങ്ങനെ ഒരു നാട്ടുംപുറ നാടകവേദിയുടെ സജീവത ഉണർത്തുന്ന നാടക പ്രവർത്തനമായതുകൊണ്ടാണ് ഇങ്ങനെ അദ്ദേഹത്തിന് ഒരു പുരസ്കാരം ഞങ്ങൾ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. കേരള സംഗീത നാടക അക്കാദമിയുടെ മികച്ച നാടക പ്രവർത്തകനുള്ള പുരസ്കാരം ഉൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. ഓരോ ഗ്രാമത്തിന്റെയും സവിശേഷമായ സാംസ്കാരിക പശ്ചാത്തലവും ചരിത്രവും ഉൾക്കൊണ്ടുകൊണ്ട് ഗ്രാമീണ നാടകവേദികൾക്ക് നവീനമായ കാഴ്ച നൽകാൻ അദ്ദേഹം ശ്രമങ്ങൾ നടത്തിവരികയാണ്. രചയിതാവ്, സംവിധായകൻ, അധ്യാപകൻ, സംഘാടകൻ എന്നിങ്ങനെ വ്യത്യസ്തമായ നിലകളിൽ ദീർഘകാലമായി കേരളത്തിലെ ഗ്രാമീണ നാടകവേദിക്ക് നിരവധി സംഭാവനകൾ അദ്ദേഹം നൽകിയിട്ടുണ്ട്. 4ാമത് ഗ്രാമക പുരസ്കാരം നരിപ്പറ്റ രാജുവിന് നൽകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. ചെയർപേഴ്സൺ ഡോക്ടർ കലാമണ്ഡലം രജിത രവി, ജനറൽ കൺവീനർ EM വിനീത്, പ്രബലൻ വേലൂർ, AN സോമനാഥൻ, S ബാബു എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. CCTV ന്യൂസ് എരുമപ്പെട്ടി. ഗുരുവായൂർ മെട്രോ ലിങ്ക്സ് ക്ലബ്ബിലെ അംഗങ്ങളായ 400 വീടുകളിൽ പറവകൾക്ക് കുടിവെള്ളം നൽകുന്നതിന് മൺചട്ടികൾ സ്ഥാപിച്ചു. ക്ലബ് അംഗം ഗിരിജ വല്ലഭന്റെ വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങ് വാർഡ് കൗൺസിലർ ബിബിത മോഹൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് P മുരളീധരൻ അധ്യക്ഷത വഹിച്ചു. ഗിരീഷ് C ഗീവർ, KB ഷൈജു, ചാർലി മാളിയമ്മാവ്, TD വാസുദേവൻ, പോളി ഫ്രാൻസിസ് തുടങ്ങിയവർ സംസാരിച്ചു. CCC ഗുരുവായൂർ ഭാർഗവൻ പള്ളിക്കര സ്മാരക സമിതി നാടക അരങ്ങും സമാദരണ സദസ്സും ഞായറാഴ്ച വൈകിട്ട് 6 മണിക്ക് ഗുരുവായൂർ മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടക്കും. ഗുരുവായൂർ ദേവസ്വം ജ്ഞാനപ്പാന പുരസ്കാരം ലഭിച്ച രാധാകൃഷ്ണൻ കാക്കശ്ശേരിയെയും ടെലിവിഷൻ അവാർഡ് കരസ്ഥമാക്കിയ നടൻ ശിവജി ഗുരുവായൂരിനെയും ചടങ്ങിൽ ആദരിക്കും. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ പത്മശ്രീ മട്ടന്നൂർ ശങ്കരൻകുട്ടിമാരാർ, ഗുരുവായൂർ നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ്, ദേവസ്വം ചെയർമാൻ VK വിജയൻ എന്നിവർ മുഖ്യാതിഥികളാകും. വൈകിട്ട് 7 മണിക്ക് CCCയുടെ 872ാമത് പ്രോഗ്രാം അങ്കമാലി സംസ്കാരയുടെ നാടകം സഹയാത്രിക അരങ്ങിലെത്തും.
കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ലോക ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചു. തിരുവത്ര കോളനിയിൽ സംഘടിപ്പിച്ച അയൽമുറ്റ ആരോഗ്യ സഭയോടനുബന്ധിച്ചാണ് ക്ഷയരോഗ ദിനാചരണം സംഘടിപ്പിച്ചത്. ബോധവൽക്കരണത്തിന്റെ ഭാഗമായി ക്ഷയരോഗ ചരിതം ഓട്ടൻതുള്ളലിന്റെ അവതരണം നടന്നു. കലാമണ്ഡലം തുള്ളൽ വിഭാഗം അധ്യാപകൻ കലാമണ്ഡലം പ്രസൂൺ തുള്ളൽ അവതരണം നടത്തി. ആരോഗ്യവകുപ്പ് ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ റെജീന രാമകൃഷ്ണൻ ക്ഷയരോഗ ദിനാചരണം ഉദ്ഘാടനം ചെയ്തു. കലാമണ്ഡലം കവിതാ ഗീതാനന്ദൻ അധ്യക്ഷയായി. കണ്ടാണശ്ശേരി കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ബിഞ്ചു ജേക്കബ് എന്നിവർ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി. ആശാപ്രവർത്തക രജനി A സ്വാഗതവും ആരോഗ്യ ശുചിത്വ കമ്മിറ്റി അംഗം പ്രശാന്ത് നന്ദിയും പറഞ്ഞു. നാനാജാതി മതസ്ഥരുടെയും ആശ്രയവും വിശ്വാസവുമായ എരുമപ്പെട്ടി മങ്ങാട് ഇടവകയുടെ മധ്യസ്ഥൻ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും 106-ാം സംയുക്ത ഊട്ടുതിരുനാൾ ഏപ്രിൽ 1, 2, 3 തീയതികളിൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തിരുനാൾ കൊടിയേറ്റം ഉയിർപ്പ് തിരുകർമ്മങ്ങൾക്ക് ശേഷം നടക്കും. തിരുനാളിനോടനുബന്ധിച്ച് ഒരു നിർധന കുടുംബത്തിന് വീട് പുനർനിർമ്മിച്ച് നൽകുകയും നിർധന വിദ്യാർത്ഥികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിന് സ്കോളർഷിപ്പും നൽകും. ഏപ്രിൽ 1 വിവാഹ ജൂബിലേറിയൻസിനെ ആദരിക്കും. ഫാദർ ഡേവിസ് ചക്കാലയ്ക്കൽ മുഖ്യ കാർമ്മികനാകും. വൈകിട്ട് 7 ദീപാലങ്കാര സ്വിച്ച് ഓൺ ചടങ്ങ് നടക്കും. ഏപ്രിൽ 2 ആഘോഷമായ പാട്ടുകുർബാന, പ്രസുദ്ധേന്തി വാഴ്ച, കൂട് തുറക്കൽ ശുശ്രൂഷ, അമ്പ്, വള, എഴുന്നള്ളിപ്പ് എന്നിവ നടക്കും. തൃശൂർ അതിരൂപത ചാൻസലർ ഫാദർ ഡൊമിനിക് തലക്കോടൻ കാർമ്മികനാകും. രാത്രി അമ്പ്, വള, മഹാ ബാൻഡ് മേളം, ഫാൻസി വെടിക്കെട്ട് എന്നിവ നടക്കും. ഏപ്രിൽ 3 രാവിലെ തിരുനാൾ ഊട്ടുവെഞ്ചിരിപ്പ് നടക്കും. ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കാർമ്മികനാകും. രാവിലെ 10 ആഘോഷമായ തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് ഫാദർ മാത്യു ഓരിക്കൽ മുഖ്യ കാർമ്മികനാകും. ഫാദർ ബിജോയ് പൊൻപറമ്പിൽ സന്ദേശം നൽകും. വൈകിട്ട് 4 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ ജിയോ ആലപ്പാട്ട് കാർമ്മികനാകും. വൈകിട്ട് 5 നടക്കുന്ന തിരുനാൾ പ്രദക്ഷിണത്തിൽ വെള്ളക്കുതിരയുടെ പുറത്ത് പുണ്യാളനെ എഴുന്നള്ളിക്കും. എരുമപ്പെട്ടി പ്രസ് ക്ലബ്ബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ, കൺവീനർ CD ജോസഫ്, കൈക്കാരൻ വർഗീസ് നീലങ്കാവിൽ, പബ്ലിസിറ്റി കൺവീനർ വിപിൻ വിൻസെന്റ് എന്നിവർ പങ്കെടുത്തു. 3-ാം തീയതിയാണ് ഊട്ടുതിരുനാൾ. ഊട്ടുതിരുനാളിന് രാവിലെ 7 മണിക്കും 10 മണിക്ക് ആഘോഷമായിട്ടുള്ള സമൂഹബലി, ഉച്ചതിരിഞ്ഞ് 4 മണിക്കും വിശുദ്ധ ബലികളുണ്ടായിരിക്കും. 10 മണിയുടെ ആഘോഷമായ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികനായിട്ട് എത്തുക MCBS സിയോൺ പ്രൊവിൻസിൻ്റെ പ്രൊവിൻഷ്യലായിട്ടുള്ള മാത്യു ഓലിക്കലച്ചനാണ്. തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുക. ഉച്ചതിരിഞ്ഞ് 4 അത് കഴിഞ്ഞ് രാവിലത്തെ 7 മണിയുടെ കുർബാന കഴിഞ്ഞ ഉടനെ നമ്മൾ ഊട്ട് നേർച്ച വെഞ്ചിരിപ്പാണ്. ആ സമയം മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ ഊട്ട് നേർച്ച നൽകുന്നതാണ്. CCTV ന്യൂസ് എരുമപ്പെട്ടി. വലിയ നോമ്പിലെ വിശുദ്ധ വാരാചരണത്തിന്റെ ഭാഗമായി കുന്നംകുളം സെന്റ് സെബാസ്റ്റ്യൻ ഇടവകയിലെ യൂത്ത് CLC അംഗങ്ങൾ രക്തദാനം നടത്തി. ചൂണ്ടൽ സെന്റ് ജോസഫ് ആശുപത്രിയിലെ ബ്ലഡ് ബാങ്കിലെത്തിയാണ് അംഗങ്ങൾ രക്തദാനം നടത്തിയത്. ക്രിസ്തുവിനെയും 12 ശിഷ്യരെയും പ്രതിനിധീകരിച്ച് 13 പേരാണ് രക്തദാനം നടത്തിയത്. പെസഹ വ്യാഴം, ദുഃഖവെള്ളി തുടങ്ങിയ ഭക്തി നിർഭരമായ ചടങ്ങുകൾ ആചരിച്ച് ഉയിർപ്പു തിരുനാളിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു രക്തദാനം. രക്തദാനം ചെയ്യാനെത്തിയവരെ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർ സിസ്റ്റർ ചെറുപുഷ്പത്തിന്റെ നേതൃത്വത്തിൽ ആശുപത്രി ജീവനക്കാർ സ്വീകരിച്ചു. യൂത്ത് CLC ഭാരവാഹികളായ ആൽഫിൻ റൊണാൾഡ്, സിയ ഷാജു, ER ശിൽപ, ജനറൽ കൺവീനർ ജെറിൻ ജെയ്മോൻ, പ്രോഗ്രാം കൺവീനർ ജോയൽ ജെയ്മോൻ എന്നിവർ രക്തദാനത്തിന് നേതൃത്വം നൽകി. വാഗ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയത്തിൽ ദുഃഖവെള്ളി ദിനത്തിൽ യേശുവിന്റെ കുരിശുമരണത്തെ അനുസ്മരിച്ച് അവതരിപ്പിച്ച ദൃശ്യാവിഷ്കാരം ശ്രദ്ധേയമായി. ദുഃഖവെള്ളി ശുശ്രൂഷകളുടെ ഭാഗമായി നടന്ന പരിഹാര പ്രദക്ഷിണത്തിന്റെ സമാപനത്തിലാണ് കുരിശുമരണത്തെ അനുസ്മരിച്ച് പള്ളിയങ്കണത്തിൽ ദൃശ്യാവിഷ്കാരം ഒരുക്കിയത്. യേശുവായി ആൽവിൻ ആൻഡ്രു, മാതാവായി ലൗസി ജോയ്, യോഹന്നാനായി ജെറോസ്, മറ്റ് സ്ത്രീകളായി ഓമന, ജെസി, ബിന്ദു, ലൂസി, ഭടന്മാരായി ജിജോ ജോഷി, അശ്വിൻ ജോണി എന്നിവർ വേഷമിട്ടു. പിതാവേ, അങ്ങയുടെ കൈകളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. രാവിലെ തീരുമാനിച്ച് ഏതാനും ചില സമയം കൊണ്ട് അതിവേഗം പരിശീലനം നടത്തി തന്മയത്വത്തോടെ കുരിശുമരണം ദൃശ്യവൽക്കരിച്ച സംഘത്തെ
വലിയ കയ്യടികളോടെയാണ് കാണികൾ വരവേറ്റത്. ഇടവകയിലെ കൈക്കാരന്മാരുടേതായിരുന്നു ആശയം. ജീസ് ആണ് സംവിധാനം നിർവഹിച്ചത്. ദേവാലയത്തിലെ കപ്പ്യാറായ സോജൻ, ഷാജി ടീച്ചർ, കൈക്കാരന്മാരായ വിൻസെന്റ്, ലാസർ എന്നിവർ ഏകോപനം നിർവഹിച്ചു. പരിഹാര പ്രദക്ഷിണത്തിൽ 4-ാം സ്ഥലത്തിലും 8-ാം സ്ഥലത്തിലും ഇതേ സംഘം ടാബ്ലോയും ഒരുക്കി. ഉയിർപ്പിന്റെ ശുശ്രൂഷകൾക്കിടയിലും സംഘത്തിന്റെ ദൃശ്യാവിഷ്കാരമുണ്ടാകും. CCTV ന്യൂസ് കേച്ചേരി. ഖുർആൻ മുന്നോട്ട് വയ്ക്കുന്ന ജീവിത സരണി അനുധാവനം ചെയ്ത് മാതൃകാ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ ഭൗതികവും ആത്മീയവുമായ ജീവിത വിജയം നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് ഖുർആൻ പണ്ഡിതനും പെരിങ്ങാല മസ്ജിദുൽ ഹുദ ഖത്തീബുമായ സമീർ വടുതല അഭിപ്രായപ്പെട്ടു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ കമ്മിറ്റി അൻസാർ വിമൻസ് കോളേജ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച ഖുർആൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. SIO മുൻ തമിഴ്നാട് സോണൽ പ്രസിഡന്റും പാലക്കാട് ജില്ലയിലെ പുതുപ്പള്ളി തെരു മസ്ജിദുൽ ഹുദ ഖത്തീബുമായ AP അബ്ദുൽ നാസർ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. ജമാഅത്തെ ഇസ്ലാമി കുന്നംകുളം ഏരിയ പ്രസിഡന്റ് ഷാജു മുഹമ്മദ് ഉണ്ണി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി മുനീർ P സ്വാഗതവും അസിസ്റ്റന്റ് സെക്രട്ടറി അനീസ് K നന്ദിയും പറഞ്ഞു. എടക്കര ഷറഫുൽ ഇസ്ലാം സഭ മുഹ്യുദ്ദീൻ മസ്ജിദ് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബദർ ദിനത്തിന്റെ ഭാഗമായി മൗലിദ് പാരായണവും ഭക്ഷണ വിതരണവും നടത്തി. പള്ളിയിൽ വെച്ച് നടത്തിയ മൗലിദ് പാരായണത്തിന് മഹൽ ഖത്തീബ് അബൂബക്കർ ലത്തീഫി നേതൃത്വം നൽകി. മഹൽ പ്രസിഡന്റ് NP ഹനീഫ, സെക്രട്ടറി E കുഞ്ഞു മുഹമ്മദ്, ട്രഷറർ മുഹമ്മദ് അലി ഹാജി, ഷർഫുൽ ഇസ്ലാം മദ്രസ അധ്യാപകരായ നാസർ മൊയ്തു, നിയാസ് സഖാഫി, ഷിഹാബ് തുടങ്ങിയവരും ഒപ്പം ഉണ്ടായിരുന്നു. ജാതിമത ഭേദമന്യേ മഹൽ നിവാസികൾക്ക് നൽകിയ ഭക്ഷണ വിതരണത്തിന് അബ്ദുൾ അസീസ്, മുഹമ്മദ് അലി, കബീർ വെന്തട്ടയിൽ, ഗഫൂർ, മുസ്തഫ, നജാത്ത്, ജസീൽ, മുഹമ്മദ് അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. പഴഞ്ഞി ഫുട്ബോൾ ഫ്രണ്ട്സിന്റെ നേതൃത്വത്തിൽ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന് ഞായറാഴ്ച രാത്രി 8:30 പഴഞ്ഞി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ തുടക്കമാകും. മത്സരം കാണാൻ വയോധികർക്കും സ്ത്രീകൾക്കും പ്രത്യേക സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. ഒരാഴ്ചത്തെ മത്സരത്തിന് ശേഷം ഫൈനൽ ഏപ്രിൽ 6 നടക്കും. പഴഞ്ഞി ജെറുസലേം തെക്കേക്കര സൈമൺ മെമ്മോറിയൽ വിന്നേഴ്സ് ട്രോഫിക്കും കാർത്തിക് മെമ്മോറിയൽ കേശവാർഡിനും അയ്നൂർ EK വാസു മെമ്മോറിയൽ റണ്ണേഴ്സ് ട്രോഫിക്കും വേണ്ടിയുള്ള ഫുട്ബോൾ ഫ്രണ്ട്സ് പഴഞ്ഞിയുടെ 43ാമത് ഫുട്ബോൾ മേള നാളെ ഞായറാഴ്ച 8:30 പഴഞ്ഞി ഗവൺമെൻറ് ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ ആരംഭിക്കുന്നു. നിങ്ങളേവരെയും ഹൈസ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഹാർദമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. അണ്ടത്തോട് തങ്ങൾപടി ക്രസന്റ് ക്ലബിന്റെ നേതൃത്വത്തിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. സമൂഹ നോമ്പുതുറയിൽ മുസ്ലിം ലീഗ് നേതാവ് അഷ്റഫ് ചാലിൽ, കോൺഗ്രസ് നേതാവ് NR ഗഫൂർ, വടക്കേക്കാട് സബ് ഇൻസ്പെക്ടർമാരായ ശിവശങ്കരൻ, യൂസഫ്, മസ്ജിദുൽ ഇലാഹിയ പ്രസിഡന്റ് ഹംസത്ത് ചോലയിൽ, C ഇബ്രാഹിം, ഷക്കീർ പൂളയ്ക്കൽ, ജനപ്രതിനിധികൾ, രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ, മതപണ്ഡിതർ തുടങ്ങി സമൂഹത്തിലെ നാനാ തുറയിലുള്ളവർ പങ്കെടുത്തു. യേശുവിന്റെ ക്രൂശ് മരണത്തെ അനുസ്മരിച്ച് ക്രൈസ്തവ സമൂഹം ദുഃഖവെള്ളി ആചരിച്ചു. ഇതിന്റെ ഭാഗമായി നടന്ന വിവിധ തിരുകർമ്മങ്ങളും പരിഹാര പ്രദക്ഷിണവും ഭക്തി നിർഭരമായി. വിശദാംശങ്ങളിലേക്ക്. ആർത്താറ്റ് ഹോളി ക്രോസ് ദേവാലയത്തിൽ രാവിലെ 7 മണിക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ്റെ മുഖ്യകാർമ്മികത്വത്തിൽ പീഠാനുഭവ ചരിത്രാവതരണവും രൂപം ചായ്ക്കൽ ശുശ്രൂഷയും തുടർന്ന് ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടന്നു. വൈകിട്ട് 5 മണിക്ക് ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പരിഹാര പ്രദക്ഷിണം ഇടവകയുടെ വിവിധ അതിർത്തികൾ ചുറ്റി ദേവാലയത്തിൽ തന്നെ സമാപിച്ചു. കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥനയും ഈശോയുടെ തിരുശരീരത്തിൻ്റെ നഗരി കാണിക്കുന്ന നിശ്ചല ദൃശ്യവും പരിഹാര പ്രദക്ഷിണം ഭക്തിസാന്ദ്രമാക്കി. പരിഹാര പ്രദക്ഷിണത്തിനു ശേഷം ഫാദർ ജോസ് ചിറപ്പണത്ത് CMI പീഠാനുഭവ സന്ദേശം നൽകി. പരിഹാര പ്രദക്ഷിണ വഴികളിലെ 14 സ്ഥലങ്ങളിലും KCYM അംഗങ്ങൾ കുരിശുകൾ നാട്ടി. CLC അംഗങ്ങൾ പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുത്തവർക്ക് ദാഹജലം നൽകി. പീഠാനുഭവ സന്ദേശത്തിനു ശേഷം KCYM സംഘടനയുടെ നേതൃത്വത്തിൽ പാരിഷ് ഹാളിൽ ഏവർക്കും നേർച്ചക്കഞ്ഞിയും കടുമാങ്ങയും വിതരണം ചെയ്തു. ദുഃഖവെള്ളിയിലെ വിവിധ പരിപാടികൾക്ക് വികാരി ഫാദർ ഷിജോ മാപ്രാണത്തുകാരൻ, കൈക്കാരന്മാരായ VA ജെയിംസ്, NK ജോബ്, NL ജോഷി, സിസ്റ്റർ മിലി എന്നിവർ നേതൃത്വം നൽകി. പാലയൂർ സെന്റ് തോമസ് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ തിരുകർമ്മങ്ങൾക്ക് തീർത്ഥകേന്ദ്രം അസിസ്റ്റന്റ് വികാരി ഫാദർ ഡെറിൻ അരിമ്പൂർ മുഖ്യകാർമ്മികത്വം വഹിച്ചു. തീർത്ഥകേന്ദ്രം ആർച്ച് പ്രീസ്റ്റ് ഡോക്ടർ ഡേവിസ് കണ്ണമ്പുഴ സഹകാർമ്മികനായി. തുടർന്ന് ദേവാലയത്തിൽ പുത്തൻപാന പാരായണവും നടന്നു. വൈകുന്നേരം 4 മണിക്ക് വിലാപയാത്രയും ചാവക്കാട് നഗരത്തിലേക്ക് നഗരി കാണിക്കലും ഉണ്ടായിരുന്നു.
ശേഷം ഡീക്കൻ ബ്രിൽവിൻ ഒലക്കെങ്കിൽ പീഠാനുഭവ സന്ദേശം നൽകി. KCYM പാലയൂർ ഒരുക്കിയ ലോങ്കിനോസ് എന്ന പീഠാനുഭവ ഹ്രസ്വനാടകത്തോടുകൂടി സമാപനമായി. ഇടവക ട്രസ്റ്റിമാരായ CM ബാബു, പോൾ KJ, സന്തോഷ് TJ, ജോഫി ജോസഫ്, കമ്മിറ്റി അംഗങ്ങളായ തോമസ് വാഗയിൽ, ലോറൻസ് CD, ഡാർലി ഫ്രാൻസിസ്, ഷോബി ഫ്രാൻസിസ്, പ്രതിനിധി യോഗ സെക്രട്ടറി ബിനു താണിക്കൽ, തീർത്ഥകേന്ദ്രം PRO ജെഫിൻ ജോണി എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ തൃശൂർ അതിരൂപത വൈസ് പ്രൊക്യൂറേറ്റർ ഫാദർ ഷാജൻ വടക്കൻ സന്ദേശം നൽകി. തിരുകർമ്മങ്ങൾക്ക് വികാരി ഫാദർ പ്രിന്റോ കുളങ്ങര നേതൃത്വം നൽകി. കെല്ലിയ മഠം സിസ്റ്റർമാരായ സിസ്റ്റർ അന്ന കുരുതുകുളങ്ങര, സിസ്റ്റർ ലിസ വാഴപ്പറമ്പിൽ, സിസ്റ്റർ ജിജി തെരേസ, സിസ്റ്റർ മരിയ അൽഫോൺസ, ആൾത്താര സംഘം പ്രസിഡന്റ് ജസ്റ്റിൻ ജോസഫ്, യൂത്ത് കോർഡിനേറ്റർ നിഖിൽ വർഗീസ് തരകൻ, ജസ്റ്റോ സ്റ്റാൻലി എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ കാവിഡ് സെന്റ് ജോസഫ് പള്ളിയിൽ പരിഹാര പ്രദക്ഷിണത്തിന് വികാരി ഫാദർ ഫ്രാൻസിസ് നീലങ്കാവിൽ, ട്രസ്റ്റിമാരായ MM ബോസ്കോ, ഫുൾജൺ തോമസ്, ട്രിജോ ജേക്കബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ ദേവാലയത്തിൽ ശുശ്രൂഷയ്ക്ക് മലബാർ ഭദ്രാസന മെത്രോപൊലിത്ത അഭിവന്ദ്യ ഗീവർഗീസ് മാർ പാക്കോമിയോസ് മുഖ്യകാർമ്മികത്വം വഹിച്ചു. വികാരി ഫാദർ ബിനീഷ് ബാബു, അസിസ്റ്റന്റ് വികാരി ഫാദർ ജാക്സൺ മാത്യു എന്നിവർ നേതൃത്വം നൽകി. ശുശ്രൂഷകൾക്ക് ആയിരക്കണക്കിന് പേരടങ്ങുന്ന വിശ്വാസി സമൂഹം പങ്കെടുത്തു. ദുഃഖവെള്ളി ശുശ്രൂഷയ്ക്ക് ശേഷം കഞ്ഞി നേർച്ചയും ഉണ്ടായിരുന്നു. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 6265 രൂപ, പവന് 50,120 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 81 രൂപ. ചരമം ആളൂർ ചിറ്റിലപ്പള്ളി അന്തോണി മകൻ ബോബി നിര്യാതനായി 79 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10:30 ആളൂർ സെന്റ് സെബാസ്റ്റ്യൻ ദേവാലയ സെമിത്തേരിയിൽ നടക്കും. റോസിലി ഭാര്യയാണ്. സീമ, സന്തോഷ് എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സംസ്ഥാനത്ത് ഇന്നും റേഷൻ വിതരണം മുടങ്ങിയതോടെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാനുള്ള കാലാവധി നീട്ടി. ഏപ്രിൽ 6 വരെയാണ് തീയതി നീട്ടി നൽകിയിരിക്കുന്നത്. റേഷൻ വാങ്ങാനെത്തിയവർ വലഞ്ഞു. വേലൂർ പഞ്ചായത്തിലെ 14-ാം വാർഡിൽ 2 മാസമായി തെരുവ് വിളക്കുകൾ പ്രകാശിക്കുന്നില്ലെന്ന് പരാതി. പഞ്ചായത്ത് അംഗം സ്വപ്ന രാമചന്ദ്രൻ പ്രതിഷേധ കുത്തിയിരിപ്പ് സമരം നടത്തി. സമരം അവസാനിപ്പിച്ചത് അറ്റകുറ്റപ്പണി നടത്താമെന്ന പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉറപ്പിനെ തുടർന്ന്. ക്രിസ്തുവിന്റെ ഉയിർപ്പിനെ അനുസ്മരിച്ച് വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. ദേവാലയങ്ങൾ ഒരുങ്ങി. ഉയിർപ്പ് ഞായറോടെ 50 ദിവസമായി നടത്തിവന്നിരുന്ന നോമ്പിനും സമാപനമാകും. CCTV പ്രേക്ഷകർക്ക് ആശംസകൾ നേർന്ന് ഇടയ ശ്രേഷ്ഠർ. പറപ്പൂക്കാവിൽ പൂരം പെയ്തിറങ്ങി. 18 തട്ടകദേശങ്ങളിൽ നിന്നുള്ള പൂരാഘോഷത്തിന്റെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ അണിനിരുന്നത് 45ഓളം ഗജവീരന്മാർ. ഗുരുവായൂരിൽ പഴകിയ ഭക്ഷണം പിടികൂടാനെത്തിയ നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാരെ ഹോട്ടലുടമയും ജോലിക്കാരും ചേർന്ന് തടഞ്ഞുവെച്ചു. സ്ത്രീ ജീവനക്കാരെ മുറിയിൽ പൂട്ടിയിട്ടു. നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് കിഴക്കേനടയിലെ ടേസ്റ്റി പാലസ് എന്ന ഹോട്ടലിൽ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.